പ്രിയപ്പെട്ടവരെയും ഇന്ന് നമ്മുടെ കേരളത്തിൽ ലഹരി മുഴുവൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെ 60% നമ്മുടെ വിദ്യാലയ അന്തരീക്ഷത്തിലാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്ന ഭീകരമായ കണക്കുകൾ ഗവൺമെൻറ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ നമ്മുടെ കുട്ടികളുടെ സ്ഥിതി എന്തെന്ന്. നമ്മൾ ആലോചിച്ച് നോക്കി ഇത് പ്രോത്സാഹിപ്പിക്കണമെന്ന് നോക്കിക്കേ. ഇതൊരാളുടെ സ്വകാര്യ ഇഷ്യൂ അല്ലത്, ഇത് കുടുംബജീവിതത്തെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തലമുറകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു തിന്മയാണിത്. നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക. ഇത് ധാരാളം കുട്ടികൾ ലഹരിയുടെ അടിമയായി കൊണ്ടിരിക്കുകയാണ്. ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് കുട്ടികൾ അവരാണ് കൂടുതൽ ഇന്ന് കാണപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ഒരു നിയമമുണ്ട്. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു നിയമമുണ്ട്. 18 വയസ്സ് കഴിയാതെ മദ്യം കുടിക്കുകയോ മദ്യം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായ കുറ്റമാണ്. അത് അവർ വളരെ കർശനമായ രീതിയിൽ ശ്രദ്ധിക്കുന്നു. എന്താണ് അവരങ്ങനെ നിയമം ഉണ്ടാക്കാൻ കാരണം? 18 വയസ്സിന് മുമ്പ് മദ്യം ഉപയോഗിക്കരുത് എന്ന് എന്തുകൊണ്ടാണ് അവർ നിയമം ഉണ്ടാക്കുന്നത്? ആ നിയമം ഉണ്ടാക്കാൻ കാരണം ദീർഘനാളത്തെ പഠനത്തിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നത്. അതായത് ഒരു 20-21 വയസ്സെങ്കിലും കഴിയാതെ നമ്മുടെ ഈ പ്രീ ഫ്രോണ്ടൽ ലോബ് അതൊരിക്കലും മച്ചുറാകുകയില്ല. അതിനു മുമ്പ് നമ്മുടെ തലയിലേക്ക് ഈ ലഹരി ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ഡിസോറിയൻറ്റേഷൻ സംഭവിക്കും, വ്യക്തിത്വം നശിക്കും, രാജ്യത്തിലെ പൗരന്മാർ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവർ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ എന്ത് നിയമമുള്ളത്? കുട്ടികളൊക്കെ അടിച്ച് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തലച്ചോറിലെ സെല്ലുകൾ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.